കഴിഞ്ഞ കുറേ നാളുകളായി അണ്ണാമലയെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് സ്റ്റാലിൻ്റെ നീക്കം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം അണ്ണാമലയെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും ഒക്കെ പോലീസ് അറസ്റ്റ് ചെയ്തു വെച്ചതും വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ രാത്രി ഏറെ വൈകി വരെ തടഞ്ഞു വെക്കുന്നതും അതിനെ ചോദ്യം ചെയ്ത് അണ്ണാമല രംഗത്ത് വരുന്നതുമായ ദൃശ്യങ്ങളൊക്കെ വൈറലായി മാറുമ്പോൾ എന്തുകൊണ്ടാണ് അണ്ണാമലയെ സ്റ്റാലിൻ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ള ഉത്തരം വന്നിരിക്കുന്നു. കോയമ്പത്തൂരിനും കന്യാകുമാരിക്കും ശേഷം BJP ഏറ്റവും കൂടുതൽ വളർച്ച നേടുന്നതും ലക്ഷ്യമിടുന്നതുമായ ഒരു ഇടം എന്ന് പറയുന്നത് ചെന്നൈയാണ്. ചെന്നൈ എന്ന് പറയുമ്പോൾ DMKയുടെ ശക്തി കേന്ദ്രമാണ്, അവരുടെ ഉറച്ച കോട്ട എന്ന് പറയേണ്ടി വരും. അവിടെ BJP വലിയ രീതിയിൽ വളരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ രീതിയിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. നിയമസഭയ്ക്ക് ഇനി അധിക നാളുകളില്ല. നിയമസഭ അടുത്ത് വരുമ്പോഴേക്കും DMKയുടെ തട്ടകമായ ചെന്നൈ BJP പിടിമുറുക്കുമോ എന്ന ഒരു വലിയ ഭയം DMKക്കാർക്കുണ്ട്. ഇവിടെ BJPക്ക് പിന്തുണയുമായി എത്തുന്നത് പട്ടികജാതി OBC വോട്ടർമാരും ഒപ്പം തന്നെ വിദ്യാസമ്പന്നരായ വോട്ടർമാരും BJPക്ക് പിന്നിൽ അണിനിരക്കുമ്പോഴാണ് ഈ ഒരു പ്രതിഭാസം അവിടെ കാണുന്നത്. 3 പാർലമെൻറ്റ് മണ്ഡലങ്ങളാണ് പ്രധാനമായി അവിടെ ഉള്ളത്. സൗത്ത് ചെന്നൈ, സെൻട്രൽ ചെന്നൈ, നോർത്ത് ചെന്നൈ എന്ന് പറയുന്ന 3 പാർലമെൻറ്റ് മണ്ഡലം. ഈ 3 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലായി 18 നിയമസഭാ സീറ്റുകളുണ്ട്. ഒപ്പം തന്നെ ഈ ചെന്നൈ നഗരത്തിൻ്റെ ഭാഗമായി തിരുവള്ളൂർ, പെരുമ്പത്തൂർ തുടങ്ങിയ ലോക്സഭാ മണ്ഡലങ്ങളുടെ ഭാഗങ്ങളും ഇതിനോട് ചേർന്ന് തന്നെ നിൽക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ 22 നിയമസഭാ മണ്ഡലങ്ങളാണ് ഈ ചെന്നൈയിൽ മാത്രമുള്ളത്. ഇതിൽ 12 നിയമസഭാ മണ്ഡലങ്ങളിൽ BJPക്ക് 20% മുകളിൽ വോട്ട് ഷെയർ ഉണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് നാം കണ്ടതാണ്. ഇത് കൂടാതെ തന്നെ ചെന്നൈയിലെ T നഗറിലും വേളാച്ചേരിയിലും 30% മേലാണ് BJPയുടെ വോട്ടിംഗ് ശതമാനം. അങ്ങനെയാണ് എങ്കിൽ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുന്നത് 22 നിയമസഭകളുള്ള ചെന്നൈയുടെ ഹൃദയഭാഗത്ത് തന്നെയായിരിക്കും. സെൻട്രൽ ചെന്നൈയും സൗത്ത് ചെന്നൈയും നോർത്ത് ചെന്നൈയും അടങ്ങുന്ന ആ ഭാഗത്ത് തന്നെയായിരിക്കും വലിയ നേട്ടമുണ്ടാക്കുന്നത്. നിലവിൽ AIADMK ഇവിടെ 3ാം സ്ഥാനത്താണ്. ഇവിടെ ഒരുപക്ഷെ AIADMKയുമായ ഒരു അലയൻസിലാണ് BJP പോകുന്നതെങ്കിൽ വലിയ നേട്ടം തന്നെ. നിലവിൽ 22ൽ 14 സീറ്റുകളിൽ BJPക്ക് ജയസാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം. ഇവിടെ AIADMKയും കൂടി ചേരുകയാണെങ്കിൽ, സഖ്യം കൂടുകയാണ് എങ്കിൽ ഒരുപക്ഷെ വലിയ മുന്നേറ്റം ഈ ചെന്നൈ നഗരത്തിൽ മാത്രം ഉണ്ടാക്കിയെടുക്കാൻ BJPക്ക് കഴിയും. പക്ഷേ BJP ഇവിടെ ശ്രമിച്ചത് മുഴുവൻ AIADMK മാറ്റി നിർത്തിക്കൊണ്ട് സ്വയം വളരാനായിരുന്നു. അതവർക്ക് ഗുണപ്പെട്ടു എന്ന് തന്നെ കരുതേണ്ടി വരും. കന്യാകുമാരിക്കും ഈ കോയമ്പത്തൂരിന് ശേഷം അവരുടെ ശക്തി ദുർഗമായി മറ്റൊരു ഇടം കൂടി ലഭിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി BJPക്ക് ഈ പറയുന്ന 3 ഇടങ്ങളിൽ കന്യാകുമാരിയിലും കോയമ്പത്തൂരും ഒപ്പം തന്നെ ഈ പറയുന്ന ചെന്നൈ അടക്കമുള്ളിടത്ത് ഈ AIADMKയുമായി സീറ്റ് ധാരണയിൽ എത്തുമ്പോൾ കൂടുതൽ ആത്മവിശ്വാസം പകരുകയും വിലപേശാൻ അത് കരുത്ത് പകരുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.